ഹലോ നമസ്കാരം, ഞാൻ കലേഷ് മുല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ജുബ കട്ട് ചെയ്യുന്ന വിധമാണ്. അപ്പം ഞാൻ കസ്റ്റമർക്ക് തയ്ച്ചു കൊടുത്തപ്പം നല്ല അഭിപ്രായം കിട്ടിയ ആണ് നമ്മുടെ ഈ ജുബായ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പങ്കുവെക്കുകയാണ്. അതിൻ്റെ അളവ് ലെങ്ത് വന്നിട്ട് 35 ഇഞ്ചാണ്. ഷോൾഡർ വന്നിട്ട് 20 ഇഞ്ച് ഷോൾഡറാണ്. വണ്ണമുള്ള ആളാണ്. സ്ലീവ് ലെങ്ത് വന്നിട്ട് 24 ഇഞ്ചാണ്. ഈ ഒരളവാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 43, ഇടവണ്ണം 41, സീറ്റ് 40 അങ്ങനെ വന്നിട്ടുണ്ട്. കോളർ നമുക്ക് വന്നേക്കുന്നത് നെക്ക് ടൈറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു 17 ഇഞ്ച് ആണ് നെക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എങ്ങനെയാണ് ജുബ ലോങ് ഇപ്പം 35 എന്ന് പറയുമ്പം ലോങ് മുട്ടിന് തൊട്ട് ഒരു 4 ഇഞ്ച് മേളിലോട്ട് വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഞാൻ കസ്റ്റമർ നല്ല അതിൻ്റെ കുറച്ച് രൂപ അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ കട്ടിങ്ങിൻ്റെ നെക്ക് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ ഷേപ്പിൻ്റെയും ഷോൾഡറിൻ്റെ ഇറക്കം കൊടുക്കുന്നതിൻ്റെ അകത്തുമൊക്കെ വളരെ നല്ല അഭിപ്രായം കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും വേണ്ടി, എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് വളരെ ഓപ്പണായിട്ട് അത് ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് തയ്ച്ച്, ഇതിൻ്റെ വേറൊരു ജുബായാണ്, തയ്ച്ച ജുബായാണ്. ഇത് നമ്മൾ ബട്ടൺ വെച്ചിട്ടില്ല, ബട്ടൺ വെക്കണം. അതിൻ്റെ പടി ഇത് സിംഗിൾ പീസല്ല. ഇനിയും ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മളിത് പ്ലാക്കറ്റ് ഇത് അറ്റാച്ച് ചെയ്യുന്ന വിധം അതും കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ ഇടുന്നുണ്ടായിരിക്കും കേട്ടോ. ആദ്യം കട്ടിങ്ങിൻ്റെയാണ് നമ്മളിപ്പോൾ ഇടുന്നത്. കട്ടിങ്ങിൻ്റെ വളരെ ദീർഘിപ്പിക്കാതെ ചെറിയ രീതിയിൽ തന്നെ പറഞ്ഞ് ഞാൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന തുണി 3 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 3 മീറ്റർ തുണിയാണ്. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെ അത് കട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് തുണി വന്നേക്കുന്നത്. അപ്പം ഇത് 3 മീറ്റർ ഉണ്ട് തുണി. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ രണ്ടായിട്ട് ഇത് മടക്കി. ഇപ്പോൾ ഇത് എത്ര ഇഞ്ച് വീതിയുടെ തുണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ തുണിയാണ്. ഇത് ശരിക്കും വന്നിട്ട് 40 ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. തേര് പീസ് കഴിഞ്ഞിട്ട് 40 ഇഞ്ച് വീതി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മളിത് രണ്ടായിട്ട് മടക്കി ഇടുവാണ്. 2 പീസ് ഇതിൻ്റെ തേര് പീസ് ഇതാണ് കണ്ടോ. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം സെൻറ്റർ കണ്ട് നമ്മളിത് രണ്ടായിട്ട് മടക്കി ഇടുക കണ്ടോ. ഇത് നല്ല സൈഡാണ്, തുണിയുടെ ഷൈനിങ് ഉള്ള ഭാഗമാണ്. അകമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് തുണിയുടെ ഷൈനിങ് ഉള്ള ഭാഗമാണ്. ഈ ഭാഗമാണ് വെളിയിൽ വരേണ്ടത്. അപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ. സൈഡ് തുണിയുടെ നോക്കുക, എന്നിട്ട് നിവർത്തിയതിന് ശേഷം ഇത് കണ്ടോ, ഇവിടെയാണ് അതിൻ്റെ ഫോൾഡിങ് ഭാഗം വന്നേക്കുന്നത്. ഇവിടെ 2 സൈഡിൽ കണ്ടോ തേര് പീസ് വന്നേക്കുന്നത് കണ്ടോ 1 2 രണ്ടായിട്ട് ഇടുക. ഇതാണ് അതിൻ്റെ ഒപ്പം കണ്ടോ. ഇത് ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് നിവർത്തിട്ടിട്ട് കണ്ടോ. ഇനിയിപ്പം ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ലെങ്ത് വന്നിട്ട് 35 ഇഞ്ചാണ്, 35 ഇഞ്ചാണ്. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ കണ്ടോ ഇങ്ങനെ ഇത് വരച്ചേക്കുക. ഒരു സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. സ്ട്രെയിറ്റായിട്ട് വരച്ചതിന് ശേഷം ഒരു 1/2 ഇഞ്ച്, ഒരു 3/4 ഇഞ്ച് മാറ്റിയിട്ട് ഒരു ലൈനോടെ കൊടുക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ നമുക്കൊരു ചെറിയ ഷേപ്പ് കൊടുക്കാവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 35 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് വന്നേക്കുന്നത്. അപ്പം നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 35.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നോക്കിക്കോ, മേൽഭാഗം 35.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. കണ്ടോ, കാണാമല്ലോ 35.5 ഇഞ്ച് കണ്ടോ. ഇതാണ് ഒന്ന് ഇവിടെ വന്ന് കണ്ടോ 35.5 ഇഞ്ച് വന്നിട്ടാണ് കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇഞ്ചിലത് നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 2 ഇഞ്ചല്ല, കറക്റ്റ് 1.5 ഇഞ്ച് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം ഇങ്ങോട്ട് മാറ്റി 35 മാർക്ക് ചെയ്യുന്നു.
1.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നു. ഫ്രണ്ടാണ് നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നത്, അതിനുശേഷം ബാക്കി എടുക്കാം. കേട്ടോ, അത് നമ്മൾ ചേർത്ത് വരയ്ക്കുന്നു. കേട്ടോ, 1.5 ഇഞ്ച് മാത്രം മതിയാകും. കേട്ടോ, ഷോൾഡർ വന്നിട്ട് നമ്മൾ 20 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ പകുതി 10 ഇഞ്ച്, 20ൻ്റെ പകുതി 10 ഇഞ്ച് തീർത്ത് മാർക്ക് ചെയ്താൽ മതി. 10.25 വെക്കണ്ട, കറക്റ്റ് 10 ഇഞ്ച് തന്നെ തീർത്ത് വെക്കുക. കേട്ടോ, തയ്യൽ തുമ്പ് വേണ്ട. അത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. കേട്ടോ, ഇങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ 2.25 ഇഞ്ചാണ് പറയുക. 17 ഇഞ്ചാണ് നമ്മൾ വന്നേക്കുന്ന കോളർ. ഏകദേശം ആ ഒരു ഇതിൽ 2.25 ചെറിയ രൂപയാണെന്നുണ്ടെങ്കിൽ 2.25 ആ ഒരു രീതിയിൽ പോകാം. 2.25 നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. താഴോട്ട് നമ്മൾ കൊടുക്കുന്നത് 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3.25 ഇഞ്ച് വരെ കൊടുക്കും. 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. കേട്ടോ, ഇത് കൃത്യമായിട്ട് കാണാമല്ലോ. 3.25 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. 3.25 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 3.25 ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് ഷോൾഡർ 20 ആണ്. 20ൻ്റെ പകുതി 10 ഇഞ്ച് കൊടുത്തു. 10ന് ശേഷം ഇവിടെ 2.25 ഇഞ്ച് കൊടുത്തു. ഇവിടെ 3.5 ഇഞ്ച് കൊടുത്തു. കണ്ടോ, അതിനുശേഷം ഇതിനകത്ത് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കണ്ടോ, ഈ ഒരു ഷേപ്പ് നമ്മളതിനെ. അപ്പോൾ നമ്മുടെ ഈ കോളർ നെക്ക് കറക്റ്റ് അകത്തോട്ട് കയറി നിന്നോളും. അങ്ങനെ നിൽക്കേണ്ട രൂപ ആയതുകൊണ്ടാണ് ആ ഷേപ്പ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കേട്ടോ, ഈ 1.5 ഇഞ്ചാണ് ഇത് വന്നേക്കുന്നത്. ചെസ്റ്റ് വേണ്ട നമുക്ക് വന്നേക്കുന്നത് 43 ആണ്. അപ്പോൾ 43ൻ്റെ 4/1 1/2 ഇഞ്ച്, 1 ഇഞ്ച് 1/2 ഇഞ്ച് കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ 14 40. അപ്പോൾ 10 വരും. 44 വരും. അപ്പോൾ ഒരു 10 ഇഞ്ച് നമുക്കിവിടെ കൊടുക്കാം. 14 40 10.25 ഇഞ്ച് കൊടുത്താൽ മതി. കേട്ടോ, കറക്റ്റ്. ചെസ്റ്റ് വേണ്ടത്തിന് 4/1 കറക്റ്റ് എടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മാത്രം മതി. ചെറിയ വ്യത്യാസം, അത് അത്ര ഇതായിട്ട് നോക്കണമെന്നില്ല. ചെസ്റ്റ് വേണ്ടത്തിന് 4/1, അതിൽ നിന്ന് ഇപ്പം 40 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 14 40 10 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് കുറച്ച് പറ്റുക. കാരണം എടുക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കേ അത് കറക്റ്റ് അല്പം വെട്ടാനെന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കാം. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 43 വന്നേക്കുന്നത് ചെസ്റ്റ് വണ്ണം. സീറ്റ് വന്ന് ഇടവണ്ണം 41. സീറ്റ് വന്നിട്ട് 40 വന്നേക്കുന്നത്. അപ്പോൾ ഈ 43ൻ്റെ കൂടെ സാധാരണഗതിയിൽ നമ്മൾ ദുബായിക്ക് ലൂസ് ഇടുന്നതിനോട് 43ൻ്റെ കൂടെ ചെസ്റ്റ് വണ്ണം എത്രയാണോ, ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് 8 ഇഞ്ച് കൂട്ടുക. 8 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 ഭാഗമാണ് ഒരു സൈഡ് ലൂസ് വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 43.8 ഇതാകുമ്പോഴത്തേക്ക് 43.8 51 51/4 സമം. അതാണ് ഒരു സൈഡ് ലൂസ് വരുന്നത്. അപ്പം അതിൻ്റെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 51 കണ്ടോ, 51ൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് 2. അതിനുശേഷം അതിന് 4/1 ഭാഗം. നമ്മളിപ്പം എത്ര വന്നു? 12.25 വന്നിട്ടുണ്ട്. കണ്ടോ, 12.25 12.5 ഒരു പോയിന്റും കൂടെയാണ് വന്നേക്കുന്നത്. അപ്പം 12.25 കണ്ടോ, അത് കറക്റ്റ് കൊടുത്താൽ മതി. നമ്മളിപ്പം 8 ഇഞ്ച് 10 ഇഞ്ച് ഒരു ലൂസ് വേണമെന്ന് ആവശ്യപ്പെടുന്ന 10 ഇഞ്ച് കൊടുക്കാം. മീഡിയം ലൂസുകാർക്ക് 8 ഇഞ്ച് ലൂസ് ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 12.25 വന്നിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന് ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് അല്പം ലൂസ് വേണമെന്ന് പറഞ്ഞിട്ട് 1/4 ഇഞ്ച് കൂട്ടി ഞാൻ 13 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 12.5 ഇഞ്ച് കൊടുക്കുന്നു. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഷേപ്പ് കൊടുത്താൽ മതിയായിരിക്കും. അത്
ഏകദേശം ഈ റിഗാൾ ലൈനിൻ്റെ അവിടുന്ന് ഒരു 7 ഇഞ്ച് താത്ത ഷേപ്പിൻ്റെ ഒരു ഭാഗം വരേണ്ടത് മിക്കവാറും. അപ്പോൾ കറക്റ്റ് 13 ഇഞ്ച്, ഇവിടെ 12.25 മതിയായിരിക്കും. 12.25. ഈ 13 ഇഞ്ചിൻ്റെ കൂടെ ഏകദേശം 1 ഇഞ്ച് കൂടെ കൂട്ടി 14 ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പം 2 സൈഡിലാകുമ്പോൾ 2 ഇഞ്ച് വരുന്നുണ്ട്, 14 ഇഞ്ച് ഇടുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഈ ഒരു ആംഗിളിൽ ഇത് പിടിച്ച് ഇങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഇത് ഈ ഒരു ഷേപ്പിൽ കണ്ട. അതിനുശേഷം ഇത് നമ്മളൊരു 3/4 ഇഞ്ചോളം തന്നെ ഇങ്ങോട്ട് ഈ ഒരു ഷേപ്പ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് നമ്മൾ ചെയ്ത് ഈ ഒരു ഷേപ്പ് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് കട്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്കി എടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഈ 1.5 ഇഞ്ചിന് അവിടെ നിർത്തി. അതിനുശേഷം ചെറിയൊരു അകത്തോട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ഷേപ്പിൽ ഉണ്ടാവും. ഇങ്ങനെ വരിക. അതിനുശേഷം ഇവിടെ കട്ട് ചെയ്തല്ല. നമുക്ക് മാറ്റാം. നോക്കിയിട്ട് ഈ ബോട്ടം ലെവൽ കട്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഭാഗം ചെറിയ ഷേപ്പ് അകത്തോട്ടൊന്ന് എടുക്കാം. ചെറുതായിട്ടകത്തോട്ടെടുത്ത് ഉണ്ടാവും. ഇനിയിപ്പം ഫ്രണ്ടിൻ്റെ പീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ടിൻ്റെ കണ്ടോ ഈ ഒരു ഭാഗം നമ്മളൊന്നുകൂടെ കാണിക്കാതെ കണ്ടോ ഈ ഒരു ഷേപ്പ് വന്നു. ഇത് ചെറുതായിട്ട് അകത്തോട്ടിരുന്ന് ഇത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറക്കി ലൈൻ കൊടുത്തേക്കുന്നത്. 1/2 ഇഞ്ച് കുറച്ച് ഇത് ലൂസ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതിപ്പം 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ 10 ഇഞ്ചോളം ചെറിയ ലൂസ്, കൂടുതൽ ലൂസ് ആവശ്യമാണ്. 8 ഇഞ്ച് കൊടുക്കാം. മീഡിയം ലൂസുകാർക്ക്, മീഡിയം ടൈറ്റ് ഫീൽ വേണ്ടവർക്ക് 6 ഇഞ്ച് ഫിനിഷിങ് കിട്ടിയാൽ മതിയാകും. നല്ല ലൂസ് വേണ്ടവർക്ക് ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടേണ്ടതാണ്. അപ്പം ഇനി ശേഷം നമ്മളിനിയിപ്പം അതാണ് അതിൻ്റെ കണക്കുകൾ. ഇനിയും അതിന് ശേഷം ബാക്ക് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ആ പീസ് തന്നെ നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടും ബാക്കോട് ഒരുപോലെ കട്ട് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ സൗകര്യം പോലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 2 രീതിയിൽ അങ്ങ് രണ്ടായിട്ട് ഇത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ബാക്ക് എടുത്തിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഇതിപ്പം ഒന്നുകൂടി ഇതിൻ്റെ അകത്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇത് ഇതേപോലെ തന്നെ ബാക്കി എടുക്കുമ്പോൾ ഫ്രണ്ട് വെച്ചിട്ട് ഒരേപോലെ തന്നെ ഈ സൈഡ് കറക്റ്റ് ചെയ്യും കേട്ടോ. ഈ നോക്കി ഈ സൈഡ് കറക്റ്റ് ചെയ്യുന്നു. സമം പോലെ നിവർത്തിടുന്ന ഇത് കറക്റ്റായിട്ട് നിവർത്തിടുക. ഈ ഭാഗത്താണ് നമുക്ക് ഇനിയിപ്പോൾ പരിപാടി ഉള്ളത്. ഈ ഭാഗമാണ് ശ്രദ്ധിക്കുന്നത്. ബോട്ടം കറക്റ്റാണ്. ബോട്ടം നോക്കി കറക്റ്റ് ചെയ്ത് വെക്കുന്നു. ചുളിവില്ലാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ നമ്മൾ ഇതിന് 1.5 ഇഞ്ച് തന്നെയാണ് മേലോട്ടും കൂടെ കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ട. വളരെ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഭാഗം വളരെ കറക്റ്റായിട്ട് നമ്മുടെ കസ്റ്റമർ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ കറക്റ്റായിട്ടാണ് ഇത് നേരെ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇങ്ങോട്ട് നോക്കിയേ. ഇതിൻ്റെ ഈ സാധനം എന്നിട്ട് ഇങ്ങോട്ട് മടക്കുക കണ്ട. ആ മടങ്ങി വരുന്നത് എങ്ങനെയാണോ എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ട. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ആംഗിളിൽ വേണം അങ്ങോട്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ഫ്രണ്ടിൻ്റെ പോയിന്റിൽ നിന്നും ആ ഒരു ആംഗിളിലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും ആ ഒരു ആംഗിളിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഷോൾഡർ നമുക്ക് വേണ്ടത് 20 ഇഞ്ച് ഷോൾഡറാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 20 ഇഞ്ച് ഷോൾഡറാണ്. ഇവിടെ നോക്കാം കണ്ടോ കറക്റ്റ് 20 ഇഞ്ച് ഷോൾഡർ തയ്യൽ തുമ്പ് പോയതിന് ശേഷം കറക്റ്റ് 10.5 ഈ 10 കറക്റ്റ് 20 ഇഞ്ച് ഷോൾഡർ നമുക്ക് വന്നിട്ടുണ്ട്.
ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് കറക്റ്റ് 3 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു കണ്ടോ. അതിനുശേഷം ഇവിടെയും നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് 1.25 ഇഞ്ചോ 1 ഇഞ്ചോ മതിയാവും. വണ്ണമുള്ളവർക്കാണെങ്കിൽ കഴുത്തിന് വലുപ്പം അനുസരിച്ചുണ്ട് 1.25 ഇഞ്ചോ 1 ഇഞ്ചോ മതിയാകും. എന്നിട്ട് ഇത് തന്നെ ഈ ഒരു ഷേപ്പ് തന്നെ കൊടുക്കുക കണ്ടോ. ഇതിൻ്റെ അപ്പുറം ഇവിടെ കുഴിക്കേണ്ട കാര്യമില്ല. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ മേളിലോട്ട് ഒരു കാരണവശാലും കുഴിച്ചു കഴിഞ്ഞാൽ ഈ നെക്ക് ഈ ഭാഗത്തെല്ലാം വളരെ ചുളുക്കം ഉണ്ടാകും. അത് കാരണം കറക്റ്റ് 1 ഇഞ്ച് മാത്രം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം വണ്ണമുള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് വണ്ണമുള്ളാകുമ്പോൾ പുറം ടൈറ്റ് ആകാതിരിക്കാൻ വേണ്ടി കൈയൊക്കെ ഉയർത്തുമ്പോഴത്തേക്ക് പൊക്കുമ്പോഴത്തേക്ക് ടൈറ്റായിരിക്കുന്നത് ഇങ്ങോട്ടൊരു ആംഗിളിൽ വരച്ച് കൊടുക്കുക. അത് നമ്മുടെ മനോധർമ്മം പോലെ തന്നെ നമുക്കത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എല്ലാ തയ്ക്കുന്ന ആൾക്കാർക്ക് അവിടെ ഒരു മനോധർമ്മം ഉണ്ട്, പറയുന്നത് പോലല്ല. അതനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. ഞാൻ പറയുന്നതല്ല കറക്റ്റ്, നമ്മൾ ചെയ്യുന്നവർ ആ മനോധർമ്മം പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാനും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ വരയ്ക്കുന്നത് എനിക്കത്ര വശമില്ല, പക്ഷെ വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. ഈ ഒരു ഷേപ്പിൽ താഴോട്ടിങ്ങനെ കൊടുക്കുക ഉണ്ടോ. നമ്മൾ കട്ടിങ്ങിലാണ് നമുക്ക് ബാലൻസ് വരുന്നത്. തയ്യക്കാർക്ക് ചോക്ക ചിലപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആവണം. ഇത് കണ്ടോ, ഇത് കറക്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുന്നു കണ്ടോ. ഇങ്ങനെ കൊടുത്ത് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി അതിന് ശേഷം ഈ ഒന്നുകൂടെ ഞാൻ പറയുന്ന ഇത് ഇവിടെ 1 ഇഞ്ച് കൂടുതൽ കാരണവശാലും എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ 1.5 ഇഞ്ചാണ് വന്നത്, ഇവിടെ 3.5 ഇഞ്ചാണ് ഫ്രണ്ട് വന്നേക്കുന്നത്, 3.25 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതിനുശേഷം ഇത് ഈ ഒരു ആംഗിൾ ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു സാധനം നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബാലൻസ് തയ്യക്കാർക്ക് കിട്ടും കണ്ടോ. കട്ടിങ്ങിൽ നമ്മൾ കത്രികയിലാണ് ബാലൻസ് വരുന്നത്. നമ്മൾ ഒരു പക്ഷേ വരച്ചാൽ അത് കറക്റ്റ് ആണോന്നില്ല, പിന്നെ ഈ ഒരു രീതി വന്നു. അതിനുശേഷം ഈ ഒരു ഭാഗം അതേപോലെ തന്നെ കണ്ടോ, അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പ് നമ്മൾ എടുത്തു വിടുക. ഇതിപ്പോൾ വണ്ണമുള്ള ആളാണ് നമ്മൾ 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ ഇവിടെ ഷേപ്പ് വരികയാണ്. വണ്ണത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടവണ്ണത്തിൻ്റെ അനുസരിച്ച് നമ്മളൊരു 6 ഇഞ്ച് കൂട്ടിയോ 8 ഇഞ്ച് കൂട്ടിയോ നമുക്കവിടെ ഷേപ്പ് കൊടുക്കാം എന്ന് പറയുന്നത്. ലൂസ് മോഡലാണെന്നുണ്ടെങ്കിൽ 10 ഇഞ്ച്, മീഡിയം ലൂസ് ആണെങ്കിൽ 8 ഇഞ്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്കിൻ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ്ങിലൊരു 5 ഇഞ്ച് വരെ ലൂസ് കിട്ടിയാൽ മതിയാകും. നമ്മൾ കൂട്ടിയതിന് ശേഷം കണ്ടോ, ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് ഇതിനകത്ത് അളവ് വന്നേക്കുന്നത് കണ്ടോ. ഇതാണ് അതിൻ്റെ കണ്ടോ കറക്റ്റ് അളവ് വന്നേക്കുന്നത് കണ്ടോ. ഈ ഒരു ഷേപ്പ് നമുക്ക് ഇത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ സ്ലീവ് എടുക്കുന്നത് ഈ പീസ് തന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗം കൂടെ കാണിക്കാം. പെട്ടെന്ന് നമുക്കൊരു വീഡിയോ നീണ്ടു പോകാതെ തന്നെ സ്ലീവിൻ്റെ ഭാഗം കൂടെ കാണിക്കാം. പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ്. സ്ലീവിൻ്റെ ലെങ്ത് നമുക്കിവിടെ വന്നേക്കുന്നത് 24 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് ഡബിളായിട്ട് ഈ പീസ് ഉണ്ടോ, ഇതിവിടെ ഓപ്പൺ ആകുന്ന ഇവിടെ ഇത് നേരെ ഇങ്ങനെ മടക്കുന്നുണ്ടോ, ഇങ്ങനെ മടക്കിയിടുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്ലീവ് മാർക്ക് ചെയ്യണം അല്ല. ഇവിടെ നമ്മൾ അത് ഒരു മാർക്ക് ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടെ ഇങ്ങനെ മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് 24 ഇഞ്ചാണ്. നമ്മൾ ആ 24 ഇഞ്ച് തന്നെ 1/2 ഇഞ്ചൂടെ കൂട്ടി തയ്യൽപ്പം വിട്ടിട്ട് കൊടുക്കുന്നു. ഇവിടെ 24 മാർക്ക് ചെയ്യുക അല്ല. എന്നിട്ട് ഇതിൻ്റെ ബോട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ ലൂസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട്, കൈക്ക് ലൂസ് വേണമെന്ന് പറഞ്ഞ പാർട്ടി ആയതുകൊണ്ട് 6.5 ഇഞ്ച് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് കൊടുത്താൽ മതിയായിരിക്കും ബോട്ടത്തിന്, സ്ലീവ് ബോട്ടത്തിൻ്റെ സാധനം. നമ്മളിതിപ്പോൾ കഫ് വരുന്നുണ്ട്, ഫ്ലീറ്റും വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഇവിടെ സ്ലീവിൻ്റെ ബോട്ടത്തിൻ്റെ ലൂസ് എടുക്കുക, ആ ലൂസ് അനുസരിച്ച് വേണം ഇവിടെ കൊടുക്കാൻ. ഇവിടെ ചിലപ്പോൾ ഇതിന് കഫ് വരുന്നുണ്ട്, കഫിൻ്റെ ഒരു ഫോൾഡ് ഫ്യൂസിങ് ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 6.5 ഇഞ്ച് ഇട്ട്. ഓക്കെ,
6 ഇഞ്ച് ലൂസ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു 5 ഇഞ്ച് ഇറക്കാവുന്നതാണ്. 5 ഇഞ്ച് ഇറക്കാം, 4.5 ഇഞ്ച് ഇറക്കാം, 3.5 ഇഞ്ച് വരെ ഇറക്കാം. 3.5 ഇഞ്ച് കുറയാൻ പാടില്ല. ഏതായാലും 4 ഇഞ്ച് ഇറക്കാം, 5 ഇഞ്ച് ഇറക്കാം. അപ്പം ചെസ്റ്റ് വണ്ണത്തിൻ്റെ ലൂസിൻ്റെ അനുസരിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഇതിപ്പം നമുക്കിതിവിടെ ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് 43 ഇഞ്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സാധാരണ 5 ഇഞ്ച് ഇറക്കുവാണ്. 4.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. 3.5 ഇഞ്ചാകുമ്പോൾ ഒതുങ്ങിപ്പോയി, ഇവിടെ ഭാഗത്ത് ഒതുങ്ങിപ്പോവും, സ്ലീവിന് ചുരുക്കം വരും, റിഗാൾ ഭാഗം ചുരുക്കം വരും. 4.5 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ ലൂസ് ചെസ്റ്റ് വണ്ണത്തിന് 4/1 നമ്മളിവിടുത്തെ ലൂസ് കൊടുക്കുന്നത്. 43 ഇഞ്ചാണ്. അപ്പോൾ 40, 10 ഒരു പോയിന്റ് കുറവാണ്. അപ്പം നമുക്ക് അതിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ച് നമുക്ക് ഇവിടുത്തെ ലൂസ് കൊടുത്താൽ മതിയായിരിക്കും. 10 1/2 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. ചെസ്റ്റ് വണ്ണം എത്രയാണോ ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 നിന്നും 1/2 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ഈ ലൂസ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് 3.5 ഇഞ്ച് മുതൽ കൊടുക്കാം, 4 ഇഞ്ച് കൊടുക്കാം, 4.5 കൊടുക്കാം, 5 ഇഞ്ച് കൊടുക്കാം, 5.5 ഇഞ്ച് കൊടുക്കാം, 6 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ പൊക്കുമ്പോൾ സ്ലീവ് പൊക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സൂട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ രീതി. ഇപ്പോൾ സാധാരണ ഇതായതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ 4.5 ഇഞ്ച് വരെ കൊടുത്താൽ മതി. 3.5 മുതൽ 4.5 വരെ കൊടുക്കാം കേട്ടോ. തയ്യൽത്തും കൂടെ കൂട്ടിയാണ് ഇവിടെ 5 വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ 6.5 ഇഞ്ചാണ് കൊടുത്തത്. ഇതിങ്ങോട്ട് കണ്ടോ ഈ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് കറക്റ്റ് 5.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് മേൽഭാഗത്ത് കൊടുത്തിട്ട് അല്ല 1.25 ഇഞ്ച് കൊടുത്തതിന് ശേഷം ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക നേരെ സ്ട്രൈറ്റ്. ഇവിടുന്ന് നമ്മൾ ബാക്ക് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് വരയ്ക്കുന്നതിനേക്കാളും ബാലൻസ് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ബാക്ക് എടുത്ത് ഈ ഭാഗം പുറത്ത് വന്നിട്ട് ഇവിടെ വന്നിങ്ങനെ പുറത്തോട്ട് കയറിയാണ് കണ്ടോ. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നു, ഇത് കറക്റ്റായിട്ട് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതിൻ്റെ റിഗാൾഡർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഈ സ്ലീവായിട്ട് കറക്റ്റായിരിക്കും ഉണ്ടോ. ഇത് സെൻറ്റർ. അതിന് ശേഷം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും എടുക്കണമെന്നിട്ട് ബാക്ക് ഒരു സ്വല്പം കുഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 5 ഇഞ്ച് എടുത്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി കുഴിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ബാക്ക് ഫ്രണ്ട് കുഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഇഞ്ച് എടുത്താൽ മതിയാകും കേട്ടോ. ഇവിടെ ഓൾറെഡി നമ്മൾ 5.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ കുഴിവ് എടുത്തിരിക്കുന്നുണ്ട്. ഇത് 1/4 ഇഞ്ച് മതിയായിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗം ഇങ്ങനെ പോയാൽ മതി കണ്ടോ. എന്നിട്ട് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ റിഗാളർ അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് വരുത്തിക്കുന്ന പീസുമായിട്ട് ഈ റിഗാളർ ഒരു 1/4 ഇഞ്ച് വെട്ടാനേ വരുത്തുള്ളൂ, അധികം വരത്തില്ല. അതിന് ഞാൻ കാണിക്കാം, നമ്മൾ പിൻ ചെയ്ത് കാണിക്കാം. നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം വരുന്നതാണ്. ഇതുമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇത് സെൻറ്റർ കാണുക. സെൻറ്റർ കാണുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെയാണ് ഇത് സെൻറ്റർ. ബാക്ക് നമ്മൾ കൂട്ടിയിട്ട് ഇങ്ങനെ വരും കണ്ട. ഇതുമായിട്ട് കണ്ട കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് കണ്ട. കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് സെൻറ്റർ കണ്ട. ഇതുണ്ട് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റ്. ഇതിന് നമുക്ക് ഒരു പോയിന്റ് കുറഞ്ഞ് തന്നാൽ മതി. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു പോയിന്റ് ഇങ്ങോട്ട് വരും. ഒരു പോയിന്റ് നമ്മളുണ്ടോ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എത്ര കൊടുത്തത് ഇവിടെ ചെസ്റ്റിയുടെ 4/1 റിഗാൾ ലൂസ് ചെയ്യേണ്ടി ഈ സാധനം കൊടുത്തേക്കുന്നത് കണ്ടോ. ഇത് കൊടുത്തേക്കുന്നത് ചെസ്റ്റിയുടെ 4/1 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തിരിക്കുന്നു. ഈ ലെങ്ത് നമ്മൾ ഇവിടുത്തെ കുഴിവിനുള്ള ലെങ്ത് കൊടുത്തേക്കുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 1/2 ഇഞ്ച് കുറവ്. അപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ സ്ലീവ് കട്ടിങ്, ഇതാണ് ഫ്രണ്ട് ബാക്കിൻ്റെയും കട്ടിങ് ഇതാണ്. അപ്പം ഇതിന് ശേഷം ഇതിൻ്റെ നെക്ക് അറ്റാച്ച് ചെയ്യും. നെക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് നമ്മളിവിടെ 20 ഇഞ്ച് നമ്മൾ വരുന്നുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഇതാണ്. ഈ ഷേപ്പ് വേണം നിൽക്കാൻ ഉണ്ടോ. ഇപ്പോൾ നമ്മളിതൊരു സമമായിട്ടുള്ളൊരു മട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇതുപോലൊരു മട്ടത്തിൽ നമ്മളൊരു പേപ്പറിൽ മട്ടത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് തേണ്ടി ഈ നെക്ക് തേണ്ടി ഈ ഷേപ്പ് വരും കണ്ടോ. ഇത് നമ്മളിതിൻ്റെ ഈ ബോട്ടത്തിൽ തന്നെ പിടിച്ച് ഇതുവരെ വന്നിട്ട് ഇതുണ്ടോ ആ ഷേപ്പ് തന്നെ ഇങ്ങോട്ടാണ് കയറിയേക്കുന്നത് കണ്ടോ. അപ്പോൾ എത്ര ഇഞ്ച് കയറും കേട്ടോ. ഇതിപ്പോൾ ഇത് ഈ പേപ്പറിൻ്റെ തന്നെ ഈ ഒരു ഭാഗം മട്ടമാണ് കണ്ടോ. ഈ ഒരു ഭാഗം മട്ടമാണ് കണ്ടോ.
ഈ മട്ടത്തിൽ നമ്മളിത് കറക്റ്റായിട്ട് ഇത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ആ ഷേപ്പ് നിങ്ങളിനിയിപ്പോൾ ഇത് വെട്ടുമ്പോഴത്തേക്ക് ചൈനീസിനൊക്കെ ദുബായ്ക്ക് വേണ്ടി വെട്ടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടോട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് 3.5 ഇഞ്ചിൽ നിന്ന് പിന്നെ അത് മേളിലോട്ട് കയറിയേക്കുക കണ്ട 3.5 ഇഞ്ച് മേളിലോട്ട് എത്ര ഇഞ്ച് മേളിലോട്ട് കയറാം എത്ര ഇഞ്ച് കയറുന്നത് വെച്ചിട്ട് ഇത് 1.5 ഇഞ്ച് മേളിലോട്ട് കയറിയിട്ടുണ്ട് കണ്ടോ 1.5 ഇഞ്ച് വരെ മേളിലോട്ട് ഒരു ഈ ഒരു ഷേപ്പിലാണ് കയറിയേക്കുക. അതിനുശേഷം മേൽഭാഗം നമ്മൾ ഇവിടുന്ന് 1.25 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരച്ചിട്ട് ഈ ഒരു സാധനം ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ 20 ഇഞ്ച് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് 20 ഇഞ്ചാണ് ഇതിന് വരേണ്ടത് കണ്ടോ 9.5 ഉള്ളൂ 1/2 ഇഞ്ച് കൂടെ വേണ്ടി വരും. അപ്പോൾ ഇതൊരു പാറ്റേൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ നിങ്ങൾ ഇത് ഈ അളവിൽ നിങ്ങളുടെ ജുബാല ഒന്ന് നോക്കുക, വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെയും ഒരു കാര്യങ്ങൾ ഒന്നുകൂടെ വീഡിയോ നീണ്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ സി യു.